എല്ലാവർക്കും നമസ്തേ. ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നത്. ചോറിനും ചപ്പാത്തിക്കും കഴിക്കാവുന്ന എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറി. അതിനാവശ്യമായ സാധനങ്ങളാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. 250 ഗ്രാം പരിപ്പാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഒരു തക്കാളി, 4 പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി, 10 ചെറിയുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായം എന്നിവയാണ്. കഴുകി വൃത്തിയാക്കി വെച്ച പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുറിച്ചിട്ട തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ആവശ്യമായ ഉപ്പും കൂടിയിട്ട് നമുക്ക് കുക്കറിൽ 2 വിസിൽ കേൾക്കുന്നവരെ അടിച്ചെടുക്കാം. പരിപ്പ് പാകത്തിന് വെന്തിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറുതായി മുറിച്ച ചെറിയ ഉള്ളിയും ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ മുറിച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് മൂപ്പിക്കാം. ഈ മൂത്ത് വന്ന പൊടിയിലേക്ക് ഒരു നുള്ള് ജീരകം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. വേവിച്ച പരിപ്പ് ആ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് നന്നായി തിളയ്ക്കട്ടെ. കറി വെന്ത് പാകമായിട്ടുണ്ട്. തണുക്കുമ്പോൾ ഉപയോഗിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും സീ യു സൂൺ. താങ്ക് യു.